ഈറ്റ് റൈറ്റ് കേരളം സേഫ് ഓണം 2026 കൊല്ലം ജില്ലാതല ഉദ്ഘാടനം കൊല്ലം ജില്ലാ TB സെന്ററിൽ നടന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് പരിപാടി സംഘടിപ്പിച്ചത്. പൊതുജന ആരോഗ്യം ഉറപ്പാക്കുന്നതിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ഈറ്റ് റൈറ്റ് കേരളം സേഫ് ഓണം 2026 പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കൊല്ലം TB സെന്ററിൽ സംഘടിപ്പിച്ചു. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. ഭക്ഷണം ഒഴിവാക്കി കൊടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് തീർച്ചയായും സർക്കാരിന് ഒരുപാട് സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ കുട്ടികൾക്ക് രീതിയിൽ കൊടുക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഉള്ളപ്പോഴും ഓരോ പ്രോഡക്ട്സിന്റെ ഫുഡ് പ്രോഡക്ട്സിന്റെ കണ്ടൻസ് എന്ന് പരിശോധിച്ചു നോക്കുന്നു. ആ കണ്ടൻസിലെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ ഈ വെറ്ററിനാരോഗ്യ സെന്ററിൽപ്പെട്ടു ഈ തിരുവല്ല പഞ്ചായത്തിൽ കാര്യമുണ്ടായി നമ്മൾ എല്ലാ വകുപ്പുകളിലും മീറ്റിംഗ് വിളിച്ച് ലേഖനം നടത്തി വെള്ളം സാമ്പിളുകൾ അയച്ചപ്പോൾ ഏതാണ്ട് എല്ലാത്തിനും ഗുരുതര രോഗം വരുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയും. എന്ത് പക്ഷെ ഒരിക്കലും അതുണ്ടാവില്ല. കാരണം പഞ്ചായത്ത് ഏരിയ എന്ന് പറയുന്നത് ഇത്രയും സിറ്റി ഏരിയ പോലെ ഒരുപാട് ആളുകൾ പിന്നീട് സ്ഥലമല്ലല്ലോ. പക്ഷെ അങ്ങനല്ല, അടുത്തടുത്ത വീടുകൾ വരികയും സേഫ്റ്റി ടാങ്കുകൾ ഉൾപ്പെടെ ഇങ്ങനെ കൂടുതലാകുമ്പോൾ വെള്ളം കണ്ടാമിനേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. എല്ലാ സ്ഥലത്തും നമുക്ക് ശ്രദ്ധ വേണം. പൊതുജനാരോഗ്യം ഉറപ്പാക്കുന്നതിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വീടുകളിലെ ഭക്ഷണത്തെക്കാൾ ഹോട്ടലുകൾ, മറ്റു ഭക്ഷണശാലകൾ എന്നിവിടങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ ഭക്ഷ്യവിഷബാധ ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. ഇത് തടയാൻ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഉത്സവ സമയങ്ങളിലും ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിതാന്ത ജാഗ്രത പുലർത്തണം. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വളർത്താൻ ബോധവൽക്കരണ പരിപാടികൾ വിപുലീകരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.